ഹലോ നമസ്കാരം എല്ലാവർക്കും Sncks മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ലിയ കേട്ടോ. എൻ്റെ ഒപ്പം എൻ്റെ മോനുണ്ട് അന്തപ്പൻ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഇന്ന് ആളെ കളിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാർക്കിൽ പോവാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട് ഖത്തറിൽ. അപ്പൊ ഞങ്ങൾ സെറ്ററൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അജിയാണ് ഇല്ലാതെയാണ്, ഒറ്റയ്ക്കാണ് പോണത്. ഞങ്ങള് അജിയേട്ടൻ അവ ആളില്ലാതെ പുറത്തോട്ട് ഇറങ്ങുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ആൾക്കാണെങ്കിൽ അന്തുവിനാണെങ്കിൽ ഇവിടെ വരുന്നിട്ട് ഭയങ്കര ബോറടിക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് പാർക്കിലൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ ഖത്തറിൽ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പാർക്കിൽ പോവാണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകള് കണ്ടനുണ്ടാ? കണ്ടനും വന്നിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ഒപ്പം. അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകള് നമുക്ക് വഴിയെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് മാക്സിമം ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. എന്തോരം ഓക്കെ പറഞ്ഞ എല്ലാവരോടും ഓക്കേ. അപ്പൊ നമുക്ക് ഇനി പാർക്കിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്നാണ് പോണത് കേട്ടോ. നമ്മുടെ പാർക്കിലോട്ട് വളരെ അടുത്താണ്, ഒരു 5 മിനിറ്റ്സിൻ്റെ വാക്കുള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാ നമ്മുടെ വഴി മെയിൻ റോഡിൻ്റെ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയിട്ടാണ് പാർക്കുള്ളത് കേട്ടോ. അപ്പോൾ പാർക്കിൽ ചെന്ന് വശം തന്നെ അന്തുനാണെങ്കിൽ കുറേ നാൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരുന്നിട്ടേ, കോവിഡ് കാരണം ഇത്രയും നാൾ ഇവിടെ പാർക്കിൽ പ്ലേ ഏരിയാസ് ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് പ്ലേ ഏരിയ ഓപ്പൺ ആക്കി കിട്ടിയത്. കഴിഞ്ഞ വീക്കിലാണ് പ്ലേ ഏരിയാസ് ഓപ്പൺ ആക്കിയത്. അപ്പോൾ അന്തുവിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ പാറയിൽ ഉരുണ്ട് വരേണ്ട വീഴ്ചയും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ എല്ലാം വീണാലും കുഴപ്പമില്ല, കാരണം റബ്ബറിൻ്റെ മാറ്റാണ് ഫുൾ ഇട്ടേക്കുന്നത്. അപ്പോൾ കുട്ടികൾ വീണാലും അവർക്ക് ഒന്നും പറ്റത്തില്ല, അത്രയ്ക്കും സെക്യൂർഡാണ് ഇവിടുത്തെ പാർക്കും പ്ലേ ഏരിയസൊക്കെ. പിന്നെ ഇങ്ങനെ വീടുകളുടെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് കുട്ടികളെ ഇങ്ങനെ പാർക്കിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി കുറച്ച് നേരമൊക്കെ കളിപ്പിക്കുന്നത്. അന്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആൾക്ക് എക്സീമയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പൊടി തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ഒരു ഇച്ചിങ്ങും പിന്നെ ഒരു പുഴുക്കടി പോലെ ഇങ്ങനെ തടിച്ച് വരും. അപ്പോൾ അത് കാരണം എക്സീമയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഫുൾ കവേർഡായിട്ട് സെറ്ററും കാര്യങ്ങളൊക്കെ ഇരിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അധികം നാൾ പാർക്കിലും അങ്ങനെ കുറേ നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്ക് പൊടിയുടെ നല്ല അലർജിയുള്ള ആളാണ്. അപ്പോൾ അവിടെ ആളുടെ കൂടെ ഉണ്ടായ കുട്ടികൾ, കളിക്കാനുള്ള കുട്ടികൾ ഒരു കിളീനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവരെ പെറ്റാണ്, പറന്നൊന്നും പോകത്തില്ല, അതായത് ഇങ്ങനെ കയ്യിലിരുന്നോളും. അപ്പോൾ അന്തു അത് കണ്ടപ്പോൾ അന്തുവിന് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഇത് എന്താണ് കിളി ഇങ്ങനെ ഇരിക്കണം, സാധാരണ കൂട്ടിലൊക്കെ ഇട്ടല്ലേ കാണുന്നത്. അപ്പോൾ അന്തു കുറേ നേരം അവരുടെ അവിടെ നോക്കി അവരുടെ ആ കിളികളൊക്കെ തൊട്ടു കളിച്ചു, അങ്ങനെയൊക്കെ കാണിച്ചു. അതിന് ശേഷം ആള് പാർക്കിന് ചുറ്റൊക്കെ വെറുതെ ഓടാണ് സന്തോഷം കൊണ്ടേ. കുറേ നാൾക്ക് ശേഷം പാർക്കിലും ഇങ്ങനെ പ്ലേ ഏരിയസിലും കുട്ടികളൊക്കെ കണ്ടതിനുള്ള സന്തോഷം കൊണ്ട്. അപ്പം അങ്ങനെ ഫുള്ള് പ്ലേ ഏരിയയിൽ തന്നെയായിരുന്നു കേട്ടോ ആൾ. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, അന്തു നമുക്ക് വീട്ടിൽ പോവാം, രാത്രി തുടങ്ങിയില്ലേ അങ്ങനെ പറഞ്ഞിട്ട് ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെയും ആൾ കുറേ നേരം പ്ലേ ചെയ്തു, എന്നിട്ടും പോവാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാനുള്ള. അതിന് ശേഷം പിന്നെ ഇരുട്ടായി. പിന്നെ അജി ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾ വന്ന് കൊണ്ടുപോയത്. അത്രയും നേരം ആൾ നോൺ സ്റ്റോപ്പായിട്ടുള്ള പ്ലേയിങ് ആയിരുന്നു. ഒരു സ്ഥലത്ത് ഇരിക്കുക ഒന്നും ഉണ്ടായില്ല, ഫുൾ ടൈം പ്ലേ. അതിൽ കയറാൻ ഇറങ്ങുക, അവിടെ കയറി ഇവിടെ കയറുക, അങ്ങനെയായിട്ട്. ഏകദേശം ഞങ്ങൾ ഈ നുയായിജ പാർക്കിൽ ഒരു 4-5 മണിക്കൂറിൻ്റെ അടുത്ത് അന്നത്തെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു കേട്ടോ. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറൊക്കെ അടിച്ചു, കാരണം നമുക്ക് അങ്ങനെ കളിക്കാനും ഇതിനൊന്നും വലിയ രസം തോന്നുന്നില്ല. പക്ഷെ ആൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആൾ ഫുൾ ടൈം കളിയോട് കളി തന്നെയായിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ സൈക്കിൾ ആൾ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ആൾ ആ കുട്ടി ഓടിക്കണം നോക്കിയിട്ട് നിൽക്കണം. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് സൈക്കിൾ ആരുടെയോ ഏതോ ഒരു കുട്ടിയുടെ കിട്ടിയിട്ടോ. അപ്പോൾ ആളത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. കാരണം ആ കണ്ട സമയത്ത് ആൾക്കത് മനസ്സിലായി എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്. അതിന് ശേഷം ആൾ ഒറ്റയ്ക്ക് തന്നെ അത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്കൊരു അത്ഭുതമായി പോയിട്ടോ. ആൾ ഇതിൽ കയറണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ കുറച്ചും കൂടി അയല കയറാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ക്ലൈംബ് ചെയ്ത് കയറുന്ന പോലത്തെ ഒരു മോഡൽ സാധനം. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങോട്ടൊക്കെ ഓടിക്കുന്നു. അങ്ങനെ ഈ പാർക്കിനും ചുറ്റും കിടന്ന ഓട്ടം തന്നെ ഓട്ടമായിരുന്നു നമുക്ക് ദിവസം.
ശരിക്കും ഈ പാർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം നല്ലൊരു ഒരു ഗോൾഡൻ കളറുള്ള ഒരു ലൈറ്റാണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. ഇരുട്ടാകുമ്പോഴേക്കും പാർക്ക് ഫുള്ള് ഇങ്ങനത്തെ ഒരു ഡിം ലൈറ്റിലോട്ടാവും. പക്ഷേ ആ ഒരു ആംബിയൻസ് ശരിക്കും നല്ല ഭംഗിയാണ്. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ആ തണുത്ത കാറ്റടിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ആളങ്ങനെ കളിച്ച് ഫുൾ ടൈം നടക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ പിടിച്ചിരുത്തിയതാണ് ആളെ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളിങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ് വായം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടൊക്കെ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് ആൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആളുടെ കോപ്രായങ്ങൾ. ഓരോരോ കോപ്രായങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കും ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആളുടെ ഒപ്പം കുറച്ച് നേരം കളിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അവിടെ സീസോയിലൊക്കെ നമുക്കും കയറാം. പാരൻസിന് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല കയറുന്നുണ്ട്. അതിനും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും അടുത്ത്. അപ്പോൾ പിന്നെ ആൾക്കാരുടെ ഒരു ഫ്രണ്ടിനെ കിട്ടി. ഒരു ആൾക്കാണ് കുറച്ച് വയസ്സിന് മൂത്തൊരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ ഒപ്പം കുറച്ച് നേരം ബോൾ കളിച്ചു. പിന്നെ ഇങ്ങനത്തെ സിറ്റിംഗ് ഏരിയാസ് ഉണ്ട്, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാം റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അവിടെ ഒരു സൈക്കിളല്ല കാറുണ്ടായിരുന്നു. അതാ ഏതോ ഒരു കുട്ടിയുടെയാണ്. ആളെടുത്ത് കളിക്കുകയാണ് അത് വന്നിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പാർക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. വാഷ് ഏരിയ, പ്ലേ ഏരിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷീണിച്ചെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഒരു ചോക്ലേറ്റ് കിട്ടിയിട്ട് ഏതോ ഒരു കുട്ടി കൊടുത്തതാണ് അവിടെ. ഞാനൊന്നും കൊണ്ടുവരില്ല. ഞാൻ കാരണം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും വരാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോയത്. പക്ഷെ ആൾ വരാണ്ടായി കഴിഞ്ഞപ്പോൾ ആകെ പെട്ടതുപോലെ. ആൾക്ക് എന്നാലും ഭക്ഷണമൊന്നും ചോദിച്ച് കരച്ചില്ല, അല്ലെങ്കിൽ വെള്ളം തയ്ക്കലൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് ഇലക്ട്രിക്കൽ സൈക്കിള് ഇത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സൈക്കിള് കാണുന്നതും ഇതിൽ കയറുന്നതും. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ആളത് ഓടിച്ച് പഠിച്ചു കേട്ടോ. ഇപ്പം ഇങ്ങനെ ആദ്യമൊക്കെ ആൾ കൈ കൊണ്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കായിരുന്നു. അതിന് ശേഷം പിന്നെ അവിടെയുള്ള കുട്ടികൾ ചെയ്യണ കണ്ടിട്ട് ആൾ ഇങ്ങനെ പതിയെ കാലം കൊണ്ട് തുഴഞ്ഞ് അത് ഓടിക്കാൻ പഠിച്ചു ആൾ ഒറ്റയ്ക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായി. കാരണം നമ്മൾ ഇത്ര നാളും വീട്ടിൽ തന്നെ കൊച്ചിനെ ഇരുത്തിയത് വളരെ കൊച്ചിനോട് ചെയ്ത ഒരു വലിയ തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നി. കാരണം കുട്ടികൾ എന്തൊക്കെ വന്നാലും ഈ പ്രായത്തിൽ പിള്ളേരുടെ ഒപ്പം തന്നെ കളിക്കണം. എന്നാലാണ് അവർക്ക് അവരുടെ മെൻ്റലിയും ഫിസിക്കലിയൊക്കെയുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അജി വന്നതിന് ശേഷം ആൾ വന്നില്ല, വിളിച്ചിട്ടൊന്നും പോകാമെന്ന് പറഞ്ഞ് വെച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ കളിച്ച് അപ്പനെ കാണിച്ചു കൊടുക്കണം ആൾ ഇന്ന് ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ കയറണമെന്ന് നിർബന്ധമായിട്ട് എന്നെ വലിച്ചിട്ട് കയറുകയാണ് കണ്ടത്. പിന്നെ അജിയും ജോയിൻ ചെയ്തിട്ടോ ഞങ്ങളുടെ ഒപ്പം കളിക്കാനായിട്ട്. കാരണം നമുക്കും ഒരു റിലാക്സേഷനാണ് ഇങ്ങനെ പാർക്കിലൊക്കെ പോയി കളിക്കുമ്പോൾ. നമ്മുടെ ഈ സ്ട്രെസ്ഫുള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഈവനിങ് ടൈം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ ആ സീസണിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഓരോ പസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ ആകുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആൾക്ക് പുതിയ അറിവുകളാണല്ലോ ഇതൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ അത് അജിയണ്ണൻ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അജിയണ്ണൻ കുറേ നേരമൊക്കെ ഞങ്ങൾ കളിക്കുന്നതും അങ്ങനെയൊക്കെ വീഡിയോ പിടിച്ചും അങ്ങനെയൊക്കെ നിർണ്ണയിച്ചു. പിന്നെ അതിന് ഇപ്പോൾ പാർക്കിൽ വരുമ്പോൾ തിരക്കൊക്കെ കുറഞ്ഞ് വന്ന് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും പോയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളും കളിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഇപ്പോൾ.
അങ്ങനെ കുറേ നേരം ഞങ്ങൾ പാർക്കിൽ കളിച്ച് ഞങ്ങളൊക്കെ ക്ഷീണിച്ച് ആവശ്യമായി വന്നിട്ട് അന്തുവിൻ്റെ സ്റ്റാമിനയും എനർജി ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും എനിക്ക് താറ്റൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും പോവാണ്, ഞങ്ങൾ പോവാന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് ആളെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ആൾ ഭയങ്കര കരച്ചിലാണ് ഇവിടുത്തെ പോവാന്ന് പറയുന്നത്. അപ്പോൾ ഇതാ പാർക്കിൻ്റെ ഒരു ആംബിയൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്ന വീഡിയോ പോലത്തെ അടിപൊളി വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി, ബൈ.